വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ശതകോടിക്കണക്കിന് രൂപ കേരളത്തിലെ CPM നേതാക്കൾക്കും മന്ത്രിമാർക്കും അനധികൃതമായി ലഭിച്ചു എന്നുള്ളതാണ്. കടലാസ് കമ്പനികൾ ഉണ്ടാക്കി അത് അന്യ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കോടികളാണ് ഒഴുകിയത്. ആ പണം വീതിച്ച് കേരളത്തിലെ CPM നേതാക്കൾക്ക് മന്ത്രിമാർക്ക് ഒക്കെ നൽകിയതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് CPM പോളിറ്റ് ബ്യൂറോക്ക് അടക്കം ലഭ്യമായിട്ടുണ്ട്. ലോക കേരള സഭ നടത്തുമ്പോഴും മന്ത്രിമാരുടെയും CPM നേതാക്കളുടെയും വിദേശ പര്യടനങ്ങൾ നടക്കുമ്പോഴും ഇത്തരത്തിലുള്ള സംശയങ്ങൾ നേരത്തെ ഉയർന്നു വന്നിട്ടുണ്ട്. നേതാക്കളുടെയും അവരുടെ മക്കളുടെയും അനധികൃത സ്വത്ത് സമ്പാദ്യത്തെ സംബന്ധിച്ച്, ഹവാല ഇടപാടുകളെ സംബന്ധിച്ച്, കള്ളപ്പണ ഇടപാടുകളെ സംബന്ധിച്ചെല്ലാം ഗൗരവമായ അന്വേഷണം വേണമെന്ന് പാർട്ടിക്കാർ തന്നെ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിക്ക് നേരെയാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നിരിക്കുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹത്തിന്റെ മകൻ ഇടപാടിൽ പങ്കാളിയായ വ്യവസായിയാണ് ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത്. ഇവരെല്ലാം ചേർന്ന് കഴിഞ്ഞ 9 വർഷമായിട്ട്, പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ പണം സമാഹരിക്കാനുള്ള ഏജൻസികൾ ഇവർക്കുണ്ട്. അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ വിശദീകരണം ജനങ്ങൾക്ക് മുമ്പിൽ നൽകാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. അപ്പൊ ഇത് സംബന്ധിച്ച് CPM ഒരു രാഷ്ട്രീയ മര്യാദ ഉണ്ടെങ്കിൽ, ധാർമ്മികത ഉണ്ടെങ്കിൽ ഇതെന്താ സംഭവിച്ചത് ജനങ്ങളോട് തുറന്നു പറയണം. ആരാണ് ഈ വ്യവസായി? ആർക്കൊക്കെയാ പണം കിട്ടിയത്? എന്തിനാണ് ഗോവിന്ദ മാഷ മകനെ ഇതിൽ പങ്കാളിയായത്? മാഷക്ക് എന്താ പറയാനുള്ളത്? നാഴികയ്ക്ക് 40 വട്ടം സദാചാരത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ഒക്കെ വാദോരാതെ വിളമ്പുന്ന ഗോവിന്ദ മാഷ് മിണ്ടുന്നില്ലല്ലോ. ഗോവിന്ദ മാഷ് മോഹൻ ലണ്ടനിൽ വീടുണ്ടോ? അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം കേരളത്തിലും ആവശ്യമുണ്ട്. മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് മറുപടി പറയണം. ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് തന്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾക്കെതിരെയാണ്, തന്റെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്കെതിരെയാണ്, പാർട്ടി സെക്രട്ടറിക്കെതിരെയാണ്, അദ്ദേഹത്തിന്റെ മകനെതിരെയാണ്. അതുകൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ കേരളത്തിലെ സർക്കാരിന്?